അതായത് ഈ നടി ആക്രമിച്ച കേസിൽ അപ്പിയർ ചെയ്യാൻ ഒരു വക്കീലന്മാർ റെഡി ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കേസിൽ കോടതിയിൽ ഹാജരാവാൻ വക്കീലന്മാർ തയ്യാറല്ല എന്ന് പറയുന്നത് എന്താണ്? കാശ് കൊടുക്കുന്നു എല്ലാവരേക്കും എന്താണെന്ന് വെച്ചാൽ അവർ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും എങ്കിലും പിന്നെ എന്തിനാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് അതൊരു സത്യമാണ്. കാരണം ഇതിൽ അപ്പുറത്ത് നിൽക്കുന്ന വക്കീൽ തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിനെ വെറുപ്പിച്ചിട്ട് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകൾ കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ ക്രിമിനൽ ലോയേഴ്സ് കേരളത്തിലാകെ ഒരു കേസെടുക്കാനോ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഈ കേസിലും ഉണ്ടായിരുന്നു, നടി ആക്രമിച്ച കേസിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അന്വേഷിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സർക്കാരും ഞങ്ങളും ശ്രമം നടത്തിയതാണ്. പ്രോസിക്യൂട്ടറെ കിട്ടാനുണ്ടായില്ല, തയ്യാറല്ലായിരുന്നു. അതുപോലെ തന്നെ അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരാവാനും ഒരാളും തയ്യാറല്ലായിരുന്നു. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഞാൻ ഇത് കളവ് പറയാൻ, അത് സത്യമാണത്. അപ്പോൾ അതൊരു മാഫിയ സിസ്റ്റം ഉണ്ട് ഇവിടെ. പക്ഷെ അതിന് വക്കീലന്മാർ അവരവരുടെ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതിനോ തെറ്റൊന്നും ഞാൻ പറയില്ല. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് ഓടി ഇങ്ങനെ നടക്കാൻ പറ്റുമോ? ഏതെങ്കിലും പ്രോസിക്യൂട്ടർ ഉണ്ടോ എന്ന് ചോദിച്ചു വരാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ വിഷയം എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ ഫ്രാങ്കോൻ്റെ കേസിലും അത് തന്നെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അത് ആ വക്കീൽ തന്നെയാണ് എതിർവശത്ത് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതൊന്നും കണക്കാക്കാതെ ആരെങ്കിലുമൊക്കെ സർക്കാർ അപ്പോയിന്റ് ചെയ്യണം. ലേഖ അയക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് അത്തരം കേസുകൾ തീർത്തെടുക്കുക എന്ന് പറയുന്നതാണ്. പിന്നെ ഇപ്പം നമ്മൾക്കറിയാം അഭയ കേസിൽ എത്ര വർഷത്തെ ലീഗൽ സ്ട്രഗിളിന് ശേഷമാണ് പ്രതികളെ കണ്ടെത്തുകയും ശിക്ഷിക്കുകയും ചെയ്തത്. അടയ്ക്ക രാജു എന്ന് പറയുന്ന ഒരു കള്ളന് വേണ്ടി വന്നു അല്ലേ സാക്ഷിയായിട്ട് പറയാനായിട്ട്. അവർക്കുള്ള ഒരു ഇൻറ്റഗ്രിറ്റി നമ്മൾ ചില ആളുകളൊക്കെ ചോദ്യം ചെയ്യും, കള്ളനല്ലേ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അത് കോടതി നിരീക്ഷിച്ചത് കള്ളനാണെങ്കിലും സാക്ഷി തന്നെയാണ്. കളവിന് വേണ്ടി വന്നപ്പോഴാണ് അത് കണ്ടത് എന്ന് പറഞ്ഞത് കറക്റ്റായിട്ടുള്ള ഒരു സാക്ഷിയായിട്ട് അംഗീകരിച്ച് കോടതി അതിൽ ആ പ്രതികൾക്ക് ശിക്ഷ കൊടുത്തു. അതും ചരിത്രപരമായിട്ടുള്ളൊരു വിധിയാണ്. ചില കേസുകളിൽ നമ്മളിപ്പോൾ ഈ കേസിനെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ സംബന്ധിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് വളരെ ആത്മാർത്ഥമായി ഈ കേസിനെ ഫോളോ അപ്പ് ചെയ്യുകയും കൃത്യസമയത്ത് തന്നെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. അത് നമ്മൾ അപ്പീൽ കോടതിയിൽ അത് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സഹകരണത്തിന് ഇന്നലെ പറഞ്ഞ റിപ്പോർട്ടിൽ കുറേ വസ്തുതാപരമായിട്ടുള്ള തെറ്റ് കടന്നു കൂടിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിജീവിതയുടെ കണ്ടംപ്റ്റ് കേസല്ല അവിടെ നടന്നത്. ഇന്നലെ വേറൊരു പെൺകുട്ടി ശ്രീലേഖയ്ക്കെതിരെ കൊടുത്തിരുന്ന ഒരു കേസാണ് ഇന്നലെ അവിടെ നടന്നത്. അതിൽ എൻ്റെ ഓഫീസിൽ നിന്ന് എൻ്റെ ജൂനിയർ അവിടെ റെപ്രസെൻറ്റ് ചെയ്തിരുന്നു. ആ റെപ്രസെൻറ്റേഷൻ പോലും നോട്ട് ചെയ്യാതെ കോടതി ഇപ്പോൾ അതിൽ നോ റെപ്രസെൻറ്റേഷൻ എന്ന് മനഃപൂർവ്വം എഴുതി വെച്ചിരിക്കുകയാണ്.